നിക്ക് എങ്ങോട്ടാ? റിലാക്സ്. ചോമ്പിക്കണ്ടെന്ന് വെച്ചിട്ടാ. നിന്നെ ചുമക്കാങ്കിലാണ് ഒരു മത്തങ്ങ. ഇങ്ങട്. ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ഈ ഗേറ്റിനപ്പുറത്തേക്ക് ഞാൻ വന്ന അച്ഛനെന്താ പ്രോബ്ലം? ഇത് വൈകുണ്ഠപുരാടാ. നിന്നെ പോലുള്ള തറകൾക്ക് നോ എൻട്രി. നിന്റെ ജാതകം അങ്ങനാ, വെരി ബാഡ്. രാജമോൻ വന്നോ? രാജമോൻ വന്നേ. ഓ, വല്ലവരുടെയൊക്കെ മക്കളോടാ സ്വന്തം മോനേക്കാളും ഇഷ്ടം. രാജമോൻ വന്നൂത്രേ. സാറേ ലഗേജ് വീട്ടിലേക്ക് എടുത്ത് വെക്കണോ? ഇങ്ങനൊരു കൊട്ടാരം ഉണ്ടെങ്കിൽ നിന്റെ വണ്ടി കേറൂടാ. ഈ വണ്ടി എടുക്ക്. നമുക്ക് ഈ രാജവീതിയിലൂടെ കുണ്ടും കുഴിയൊക്കെ ഡൈവ് ചെയ്തുകൊണ്ട് പോവാം. നമ്മുടെ റേഞ്ച് അതാണേ. ചേട്ടാ, അമേരിക്ക പോയി നല്ല കള്ളുകൂടിയായിരുന്നല്ലേ? ഫേസ് ഒക്കെ ചുമന്നല്ലോ. ഇപ്പൊ ഏതായാലും വന്നല്ലോ, ഇനിയിപ്പൊ നീയും കൂടെ കൂടിക്കോ. എനിക്ക് എന്താ ഏട്ടാ കൊണ്ടുവന്നേ? അവൻ ഓൾറെഡി ഡൗൺ ആയിരിക്കച്ച. ഇനി ഹേർട്ട് ചെയ്യരുത് പ്ലീസ്. നമ്മളല്ലേ ഹേർട്ടായത്. അച്ഛാ, മാച്ചിങ് ഗ്ലൗസും കുറച്ച് ഡ്രസ്സസും ഒക്കെ എടുക്കാനുണ്ട്. ഓഫീസിൽ പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോണേ. എനിക്ക് സമയമില്ല, അവനോട് പറ. അപ്പൊ ഇതോ എന്താടി അത്? ഇന്റർവ്യൂ ഉണ്ടെന്ന്. ഇപ്പൊ 8 മണി, 10 മണിക്കല്ലേ ഇന്റർവ്യൂ. നീ ഇവളെ കൊണ്ടുപോയി ആ പ്രിസ്ക്രിപ്ഷൻ ഇവിടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങി ഇവിടെ ബസ് കയറ്റി വിട്ടിട്ട് പോയാൽ മതി ഇന്റർവ്യൂന്ന്. ചെലപ്പോ എന്തൊരു ശല്യം ഇത്. എന്തോടി ഇപ്പൊ പറഞ്ഞ? ഇത്രയും സമയത്തിനുള്ളിൽ ഏട്ടനതൊക്കെ എങ്ങനെ ചെയ്യുമെന്നാ ചോദിക്കുന്നത്. ഇത്രയും ശമ്പളത്തിൽ ഞാൻ നിങ്ങളെല്ലാം തീറ്റി പറ്റുന്നില്ലേ? അതുപോലെയുള്ളൂ ഇത്. സെയിം. നമ്മൾ മിഡിൽ ക്ലാസ്സാ. ലക്ഷങ്ങളുടെ പണിയും കോടികളുടെ ചെലവും ഒക്കെ ഉണ്ടാവും. തല കുരിച്ച് നടന്നങ്ങ് സഹിച്ചോണ്ട് അത്ര തന്നെ. ഏട്ടാ വരുന്നില്ലേ? അമ്മയ്ക്കുള്ള മരുന്ന് നീ മേടിച്ചു, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് എത്താൻ വൈകും. അവരെന്റെ ഷോള് കൊണ്ടുപോയത് കണ്ടില്ലേ? എന്തുവാ? അതാ ഞാനും ആലോചിക്കുന്നത്. വല്ല പെണ്ണുങ്ങളുമായിരുന്നെങ്കിൽ കളർ ഇഷ്ടപ്പെട്ട് അടിച്ചോണ്ട് പോയതെന്ന് പറയായിരുന്നു. ഇവന്മാർക്ക് എന്തിന്റെ സൂക്കടാണെന്നാ. നല്ല ചോക്ലേറ്റ് മേടിച്ചു കഴിച്ചു. അനിയത്തിയോട് ഇങ്ങനെ ചെയ്യുന്നവരോട് പോയി ചോദിക്കണം, തല്ലണം, അങ്ങനെയുള്ള വിചാരമൊന്നും ഇല്ല നിനക്ക്? റിലാക്സ്. നിനക്ക് എന്റെ അടുത്തൊന്നും ഇങ്ങനെയുള്ള വലിയ വലിയ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലേ മോളെ? ഇന്റർവ്യൂവിന് ടൈം വേണം. ഇത് നിന്റെ ഗേൾ ഫ്രണ്ടിനോടാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നോ? പറയില്ല. പോടാ. ഇവളെനിക്ക് തല്ല് മേടിച്ചെന്ന് അടങ്ങുള്ളൂ. വല്ലമാരുടെ കയ്യിൽ നിന്ന് ഒരു ഷോളിന് വേണ്ടി വെറുതെ. ബ്രദർ, ഒരു ചുവന്ന ഷോളുമായിട്ടൊരു ബാച്ച് അങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നു. ആ റെഡ് എൻഫീൽഡിൽ പോയവരാണോ? ചെറ്റകൾ ഏത് ബൈക്കിലായാലും എന്താ, കയ്യിൽ ഷോൾ ഉണ്ടായിരുന്നോ? ബ്രദർ, ആ ഷോളേ എന്റെ സിസ്റ്ററുടെ ആയിരുന്നു. അവള് നല്ല സുന്ദരിയാണല്ലോടാ. താങ്ക് യു ഏട്ടാ. അതിങ്ങ് കിട്ടിയാ പോകായിരുന്നു. നീ അവളെ തന്നിട്ട് ഇത് കൊണ്ടുപോയിക്കോ.
ഷോള്. ഇവനെ എന്റെ അനിയത്തി സുന്ദരിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അതെന്താന്ന് വെച്ചാലേ സുന്ദരി ആയതുകൊണ്ട് സ്ത്രീധനം കുറച്ച് ലാഭിക്കാലോ എന്ന് ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ മിഡിൽ ക്ലാസ്സുകാരുടെ മൈൻഡ് സെറ്റ്. അതിനിടയിൽ ഒരുത്തം വന്നിട്ട് എന്റെ അനിയത്തിയെ തന്നിട്ട് ഷോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേ? അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. അത് പിന്നെ കുത്തിയ ചങ്ക് വേദനിക്കില്ലേടാ? വിഷമിക്കുമ്പോ മുകളിലേക്കും സൈഡിലേക്കും നോക്കുന്നത് എന്റെ മാനറിസോ? അടി കൊടുക്കുമ്പോ മാത്രം മുന്നും പിന്നും നോക്കുന്ന ബാനർസും ഇല്ല. ആ മോളെ, സോറി ഏട്ടാ, ഞാൻ വിഷമം കൊണ്ടാ ദേഷ്യപ്പെട്ടത്. ഒന്നും കുഴപ്പമില്ല മോളെ. നീ ദേഷ്യപ്പെട്ടോണ്ടല്ലേ അവന്മാർ ഈ ഷോള് തിരിച്ചു തന്നത്. ഓ, കിട്ടിയോ? 4 എണ്ണം കൊടുത്തപ്പോ അവന്മാര് ഇത് തന്നു. ആണോ? ഞാനിനി തടവയും കൂടി തരണമെന്നാണോ? സ്റ്റൈലായിട്ടുണ്ടല്ലേ? എനിക്കും തോന്നി. ഹൗ? അറിയില്ല ബ്രദർ, റിസ്ക് എടുത്തു, വർക്കൗട്ട് ആയി.